ചന്ദ്രശേഖർ ആസാദ് കൊല്ലപ്പെടുന്നതിന് കൃത്യം ഒരാഴ്ച മുമ്പ് അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിനെ കണ്ടിരുന്നു. എന്നാൽ ആ കൂടിക്കാഴ്ച കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ ആസാദിനെ എവിടെ കണ്ടെത്തണമെന്ന് ബ്രിട്ടീഷ് സേനയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഇതൊരു യാദൃശ്ചികതയായിരുന്നു, അതോ ഇതിനു പിന്നിൽ ആഴത്തിലുള്ള വല്ല ഗൂഢാലോചനയും ഉണ്ടായിരുന്നു? ചന്ദ്രശേഖർ ആസാദ് സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരി, തൻ്റെ പേരുപോലെ തന്നെ എന്നും ആസാദ് അഥവാ സ്വതന്ത്രൻ ആയിരുന്നവൻ. എന്നാൽ ഒരു ചോദ്യം ബാക്കിയുണ്ട്. അദ്ദേഹത്തിനെതിരെ സ്വന്തം സമൂഹത്തിൽ നിന്ന് തന്നെ ചാരന്മാരുടെ ഒരു ശൃംഖല രൂപപ്പെട്ടിരുന്നു. പ്രയാഗ്രാജിലെ ആൽഫ്രഡ് പാർക്ക് ഇന്നും ആ വലിയ ചതിയുടെ സാക്ഷിയായി നിലകൊള്ളുന്നു. 1931 ഫെബ്രുവരി 27, വെറും 24-ാം വയസ്സിൽ ആസാദിന്റെ ആത്മത്യാഗം. പക്ഷേ ആ മരണം പെട്ടെന്നുണ്ടായ ഒന്നായിരുന്നോ? ഒരു രഹസ്യ CID കത്ത് പറയുന്നത് ആസാദിന്റെ നീക്കങ്ങളെക്കുറിച്ച് ബ്രിട്ടീഷുകാർക്ക് വിവരം നൽകിയിരുന്ന ഒരു ദുരൂഹ വ്യക്തി അലഹബാദിൽ ഉണ്ടായിരുന്നു എന്നാണ്. മരണത്തിന് കൃത്യം 7 ദിവസം മുമ്പ് ഫെബ്രുവരി 20-ന് ആസാദ് ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ ആനന്ദ് ഭവനിലെത്തി. നെഹ്റുവിന്റെ ആത്മകഥയിൽ ആസാദിനെ പോലുള്ളവരുടെ വിപ്ലവകാരികളുടെ പ്രവർത്തനങ്ങളെ അപകടകരം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ കൂടിക്കാഴ്ച പരാജയപ്പെട്ടു. ആസാദ് മടങ്ങി. ചരിത്രത്തിന്റെ ഗതി മാറാൻ തുടങ്ങി. 7 ദിവസത്തിന് ശേഷം ആൽഫ്രഡ് പാർക്കിൽ ആസാദും സഹപ്രവർത്തകൻ സുഖദേവ് രാജും ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ബ്രിട്ടീഷ് ഓഫീസർ നോട്ട് ബോവർ 40 സായുധ സൈനികരുമായി പാർക്ക് വളഞ്ഞു. ആസാദിന്റെ നിർദ്ദേശപ്രകാരം സുഖദേവ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. 40 മിനിറ്റ് നീണ്ട വെടിവെപ്പ്. തന്റെ തോക്കിലുണ്ടായിരുന്ന 6 ഉണ്ടകളിൽ 5 എണ്ണം കൊണ്ട് ആസാദ് 5 ബ്രിട്ടീഷ് പോലീസുകാരെ വധിച്ചു. അവസാനത്തെ ഉണ്ട സ്വന്തം നെറ്റിയിലേക്ക് ഉതിർത്തു. ആസാദ് ഒരിക്കലും പിടിക്കപ്പെട്ടില്ല. അദ്ദേഹം എന്നും ആസാദായി തന്നെ തുടർന്നു. ഇതുവരെ തെളിവുകളില്ലെങ്കിലും ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നെഹ്റുവിന് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ആസാദിന്റെ അനന്തരവൻ സുജിത് ആസാദ് നേരിട്ട് ആരോപിച്ചിരുന്നു. ആസാദ് അസാമാന്യ ധീരനായിരുന്നു എന്ന് ബ്രിട്ടീഷ് ഓഫീസർ ബോവർ പോലും സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ആ ധീരത ചതിയാൽ വളയപ്പെട്ടു. 1947 മാർച്ച് 10-ലെ CIDയുടെ മറ്റൊരു രഹസ്യ കത്തിൽ 3 ബ്രിട്ടീഷ് ചാരന്മാരെ കുറിച്ച് പരാമർശമുണ്ട്. ഒരാൾ അലഹബാദിൽ നിന്നും മറ്റ് 2 പേർ സഹറാൻപൂരിൽ നിന്നും. അവരുടെ പേരുകൾ ഇപ്പോഴും അജ്ഞാതമാണ്. ആസാദിന്റെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള പല ചോദ്യങ്ങളും ഇന്നും CID ഫയലുകൾക്കുള്ളിൽ പൂട്ടിക്കിടക്കുന്നു. ഈ ഫയലുകൾ ലക്നൌവിലുണ്ട്. ഇതിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഉണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും അത്ഭുതകരമായ കാര്യം, സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ സർക്കാർ ഈ ഫയലുകൾ നശിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നതാണ്. എന്തുകൊണ്ട്? നെഹ്റുവുമായുള്ള കൂടിക്കാഴ്ച, ആൽഫ്രഡ് പാർക്കിലെ പോരാട്ടം, രഹസ്യ കത്തുകൾ, ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ചന്ദ്രശേഖർ ആസാദിന്റെ മരണം ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു നിഗൂഢതയായി അവശേഷിക്കുന്നു.